ഏഴരയാണ്ട് മുടിച്ചു പുജിച്ചു, ഏഴരയാണ്ട് മുടിച്ചു പുജിച്ചു. നമ്മളെയാണല്ലോ മച്ചമ്പി. രായാവങ്ങ് പറക്കാൻ പോണു, പ്രജകൾ കയറിൽ തൂങ്ങാൻ പോണു. രായാവങ്ങ് പറക്കാൻ പോണു, ഈ പ്രജകൾ കയറിൽ തൂങ്ങാൻ പോണു. കഞ്ഞിക്കില്ല മരുന്നിന്നില്ല, മന്ത്രിപ്പടയോ തള്ളിമറിക്കൽ. കഞ്ഞിക്കില്ല മരുന്നിന്നില്ല, മന്ത്രിപ്പടയോ തള്ളിമറിക്കൽ. പോയാലോ? വേണ്ടല്ലേ? ഈ ഇട്ടാവട്ടം കട്ടുമുടിക്കാൻ ഇനിയും വിനയായി രണ്ടരയാണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ താളം തെറ്റി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഒക്ടോബർ 1 മുതൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ. ആരും വിഷമിക്കണ്ട, ഉടനെ ഹെലികോപ്റ്റർ സൗദിക്ക് പറക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് മുണ്ട് മുറുക്കിക്കണം, ഞങ്ങളൊന്ന് അയക്കാൻ പോവുക. മുഖ്യമന്ത്രിക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ എത്തി. തിരുവനന്തപുരം SAP ക്യാമ്പിൽ സുരക്ഷാ പരിശോധന നടത്തി. ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററിന്റെ മാസവാടക 80 ലക്ഷം രൂപയാണ്. ആഹാ, ഹെലികോപ്റ്ററിന് 2 ചങ്ക്, ഡബിൾ ചങ്ക്. ഗോ ബാക്ക്, ഗോ ബാക്ക്, ഹെലികോപ്റ്റർ ഗോ ബാക്ക്. അപ്പോ 80 ലക്ഷം വെച്ച് ഒരു 2.5 വർഷത്തേക്ക് ഏകദേശം ഒരു 290 കോടി രൂപ. അത്രേ ഉള്ളൂ. ഇനി ഹെലികോപ്റ്ററിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. ഹലോ, ആർക്കും ഞാൻ പറഞ്ഞു കേൾക്കാം? എനിക്ക് കേൾക്കാൻ മുതലാളി. പൊതുമേഖലാ ബാങ്കുകൾ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ എത്രയുണ്ട്? അത് ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വല്ലതും അങ്ങനെ ഒരു വലിയ പ്രശ്നമാണോ? നോക്കട്ടെ, ഒന്ന് തൊട്ട് നോക്കട്ടെ. തൊലിക്ക് നല്ല കനം. നമ്മൾ അടുത്തതായിട്ട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്ന ട്രെയിനിന്റെ പെയിന്റ് തുടങ്ങിയായിരുന്നോ? പരിപ്പോടയും കട്ടൻ ചായയും ദിനേശ് ബീഡിയും ഒക്കെ പണ്ട്. ഒന്നുമില്ലേലും നമ്മൾ നമ്മുടെ അന്തസ്സില്ലായ്മ നോക്കണ്ടേ? ഇനി ഹെലികോപ്റ്റർ കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് വേണം കപ്പിത്താന് പിലാഡർപ്പിയായിക്ക് പോകാൻ. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ അമ്മോ. ഒരു പിച്ചക്കാരന്റെ രോദനമാണല്ലോ കേൾക്കുന്നേ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന ജനസദസ്സിന് ഭാഗിക സ്പോൺസർഷിപ്പ് വാങ്ങാൻ തീരുമാനം. പടലം സ്പോൺസറിങ് ആണല്ലോ. പിന്നെ വിദേശത്തോട്ട് വെച്ച് പിടിക്കുമ്പോഴേ ബക്കറ്റുമായിട്ട് കാനഡയിലോട്ടൊന്നും കയറി ചെന്ന് കൊടുക്കല്ലേ. അല്ല, ബക്കറ്റും കൊണ്ട് ഖാലിസ്ഥാൻകാരുടെ അടുത്തോട്ട് കയറിയാ പിന്നെ സൗദിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരത്തില്ല. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ഒന്ന് മതിയാക്കുവോ? എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. ഇവിടെ പിള്ളേർക്ക് ഉച്ചക്കഞ്ഞിക്ക് കാശില്ല. അപ്പോഴാ വന്ധ്യവയോധികർക്കെല്ലാം ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നേരിട്ടേക്ക് രക്ഷിച്ചല്ലോ മാർക്സിസ്റ്റ് പാർട്ടി. നവകേരള നിർമ്മിതി എന്ന വിഷയത്തിൽ സെമിനാർ നടത്താനുള്ള സ്റ്റേജിന്റെ നിർമ്മിതിക്കാണ് ഇപ്പൊ പിരിവ്. ലോട്ടറി അടിച്ച് അണ്ണാച്ചിയോട് കടം ചോദിച്ചെന്ന് കരക്കമ്പി ഉണ്ടല്ലോ. സാധ്യതയില്ല, ഇല്ല. കടത്തിലൂടെ വികസനം, അതല്ലോ നമ്മുടെ മുദ്രാവാക്യം. കേരളം കടം വാങ്ങുന്നുണ്ട്. അതെവിടുന്ന ശരീരി? ആ കടം വാങ്ങി കേരളം വികസിക്കും. ആര് വികസിക്കും എന്നുകൂടി പറഞ്ഞ ഓക്കെ. ആ വികസനത്തിലൂടെ നമ്മുടെ ബാധ്യതകൾ നമുക്ക് തിരിച്ചടക്കാൻ കഴിയും. അതിന് കടം വാങ്ങുന്നത് ഹെലികോപ്റ്റർ പറത്താനും പിന്നെ മറ്റേ ഫോറിനിൽ പോകാനും ഒക്കെ അല്ലേ. അല്ലാതെ ഇവിടെ പുതിയ മൾട്ടിനാഷണൽ കമ്പനി തുടങ്ങി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന് കടമില്ലേ? കേന്ദ്ര ഗവൺമെന്റിന് എത്രമാത്രം കടമാണ്? പരാജയം. കടം വാങ്ങി കേന്ദ്രം കുടുംബം വികസിപ്പിക്കുകയല്ല. വന്ദേ ഭാരതും ചന്ദ്രയാനും ഒക്കെ ഹെലികോപ്റ്റർ പറന്ന വകയിലുള്ളതല്ല. നമുക്ക് പണമില്ല, കടം വാങ്ങി നാട് നന്നാക്കി. ഒരു പ്രാവശ്യം കൂടെ കടം വാങ്ങി നാട് നന്നാക്കി. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെയാണോ ഇതൊക്കെ പ്രസംഗിക്കുന്നത്? വിസ്മയം. സംസ്ഥാന ഗവൺമെന്റിന് ലഭിക്കേണ്ടിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും അടിയന്തരമായി ലഭ്യമാക്കണം. അത് ഇപ്പൊ അവിടെ അത്യാവശ്യമായിട്ട് കാനഡയുടെ വിഷയം പരിഹരിക്കുക. ഒന്നും അറിഞ്ഞു കാണില്ലല്ലേ. അത് കഴിഞ്ഞൊരു 10 മിനിറ്റിനകം നമ്മുടെ പ്രശ്നം പരിഹരിക്കാം. പോരെ? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? വീണ്ടും കൊണ്ടുവരുന്നു, അത് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും. ഇതാര്? പൂഴിക്കടകനോ? പാവം, കണ്ടമാനം ക്യാപ്സ്യൂള് വിഴുങ്ങിയ ക്ഷീണമുണ്ട്, കഷ്ടം. എന്നിട്ട് സ്പോറ പിടിച്ചിട്ട് പെടലിട്ട് 3-4 പെട. ആദ്യത്തെ പെട CCTVക്കായിരുന്നിരിക്കും അല്ലേ. എന്നാലും ഒരു പ്രത്യേക പെടയായിപ്പോയി കേട്ടോ. പെട കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞ് വേദന തുടങ്ങണമെങ്കിൽ ആ പെടയാണ് പെട. എങ്ങനെ ഇരിക്കുന്നു? മെഴുകിയത് മതി അരവിന്ദണ്ണ, ഏറ്റില്ല. ഒന്നുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അണ്ണനെ കൊണ്ട് പറ്റും. ഒത്തില്ല.
ധൂർത്തായി വിജയിക്ക, ധൂർത്തീനായി വിജയിക്ക, നക്കാനും മുക്കാനും എന്നുമേ വിജയിക്ക.